ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എനർജി എന്നുള്ള ടോപ്പിക്കിനെ പറ്റി നോക്കാം. അപ്പോൾ എന്താണ് എനർജി എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്നാണ് സാധാരണ പറയാറ്. നമ്മുടെ ഈ മെക്കാനിക്കൽ വർക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. പലതരത്തിലുള്ള എനർജി ഉണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, തെർമൽ എനർജി, മെക്കാനിക്കൽ എനർജി, സൗണ്ട് എനർജി, അങ്ങനെ പലതരത്തിലുള്ള എനർജി ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മെക്കാനിക്കൽ എനർജീനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഈ രണ്ട് എനർജീനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ, കൈനറ്റിക് എനർജിക്ക് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ടി ആണ്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുള്ള എനർജിയാണ്, മൂവ് ചെയ്യാനുള്ള എനർജിക്കാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഏത് ബോഡി മൂവ് ചെയ്യുമ്പോഴും ഈ കൈനറ്റിക് എനർജി ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുമ്പോഴും കൈനറ്റിക് എനർജി ഉണ്ട്, കാരണം അതൊരു മോഷനാണ്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് ഡെറൈവ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് വർക്ക് ഡൺ എന്ന് നമുക്ക് നോക്കാം. വർക്ക് ഡൺ നമുക്കൊരു ഫോഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ബോഡി, അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഫോഴ്സ് കാരണം ഈ ബോഡി കുറച്ച് മൂവ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ചിലപ്പോൾ ഇത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കാം, ചിലപ്പോൾ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കാം. അതിൻ്റെ അവസ്ഥ അനുസരിച്ച് അത് മൂവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എനർജിക്ക് ചേഞ്ച് വരും. അത് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുലയുണ്ട്. വർക്ക് ഡൺ W ഈക്വൽസ് F വെക്റ്റർ ഡോട്ട് ds. ഇത് ഡിഫറൻഷ്യൽ ഫോം അല്ലാത്ത ഫോമാണ്. നമുക്ക് ഡിഫറൻഷ്യൽ ഫോം എഴുതി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ F വെക്റ്റർ ഡോട്ട് dl എന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് പൊസിഷൻ്റെ ഫങ്ഷനായിരിക്കും. എഫ് ഓഫ് എക്സ് വൈ സെഡ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് അതൊരു വെക്റ്റർ ഫങ്ഷനായിരിക്കും. ഡി എൽ എന്ന് പറയുന്നത് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് എന്നുള്ളൊരു ഫങ്ഷനായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാത്തിന് അലോങ് ഏതെങ്കിലും ഒരു കർവ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അന്നേരം നമുക്ക് വർക്ക് ഡൺ കിട്ടും. നമുക്കിപ്പോൾ സെയിം പോയിൻറ്റ്സ് തമ്മിൽ ഇഷ്ടമുള്ള പാത്ത്സ് ചൂസ് ചെയ്യാം. ചിലപ്പോൾ ഏത് പാത്തിൽ കൂടെ പോയാലും സെയിം തന്നെയായിരിക്കും, സെയിം വർക്ക് ഡൺ തന്നെയായിരിക്കും. വേറെ കളറിൽ കൊടുക്കാം. നമ്മുടെ രണ്ട് പോയിൻറ്റ്സ് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഒത്തിരി പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ള പാത്ത് ചൂസ് ചെയ്യാം. ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോവാം, ഇഷ്ടം പോലുള്ള പാത്ത്സ് നമുക്ക് ചൂസ് ചെയ്യാം.
ഈ എല്ലാ പാത്തിൽ കൂടെയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാത്തിൽ കൂടെ പോയാലും ചിലപ്പോൾ സെയിം വർക്ക് ഡൺ ആയിരിക്കും, ചിലപ്പോൾ വർക്ക് ഡൺ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആവും. അങ്ങനെ ആ ടൈപ്പ് ഫോഴ്സിന് പറയുന്ന പേരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല. ഇനി ഇത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ആയിട്ട് മാറുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് dp/dt ആണ്. ഫോഴ്സ് F ഈക്വൽസ് dp/dt ആണ്. മാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചാൽ dv/dt എന്നായിട്ട് മാറും. അപ്പം നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. 0 തൊട്ട് v വരെയുള്ള ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ mdv/dt ഒരു ഡയമെൻഷനിലാണ് മൂവ് ചെയ്യണമല്ലോന്ന് വിചാരിച്ചാൽ dx കൺസിഡർ ചെയ്യാം. നമുക്ക് എഴുതാം. അതിൽ ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ dx/dt എന്നാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ അത് v ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ 0 to v mv/dv എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ vdvക്ക് മാത്രമേ ഇൻ്റഗ്രേഷൻ ഉള്ളൂ. അപ്പോൾ x dx ഫോമിലാണ് കിടക്കുന്നത്. നമുക്ക് എഴുതാം ½ mv² മൈനസ് 0² എഴുതാം. അപ്പോൾ കിട്ടുന്നത് ½ mv². This is the formula for kinetic energy. ഏത് ബോഡി മൂവ് ചെയ്താലും, ഏത് കണ്ടീഷനിലിരിക്കുന്ന ബോഡി മൂവ് ചെയ്യുമ്പോഴും ഇതാണ് കൈനറ്റിക് എനർജി. ഇനി ഇതിനെ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ ടൈംസിൽ എഴുതാം. നമുക്ക് P ഈക്വൽസ് mv ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എഴുതാം ½ mv² എന്നാണ് നടക്കുന്നത്. m²v²/m എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ m²v² എന്ന് പറയുന്നത് p² ആണ്. p²/2. ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ടൈംസിലുള്ള കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്ക് ഇപ്പം ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ സമയത്തും ഓരോന്നാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല. ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കി വേണം നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഉണ്ടാക്കിയെടുക്കാം. അത് ആ കണ്ടീഷനിലെ വർക്ക് ഡൺ നോക്കി അത് തന്നെയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ്റെ കാര്യത്തിൽ, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസ് വേറെ വേറെ ആയിരിക്കും. അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. താങ്ക് യു.